കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈഗിള് ഈ ടെലിഗ്രാം യൂണിവേഴ്സിൽ നടക്കുന്ന വൃത്തികേടുകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ വിഷയം തുടങ്ങുന്നത് ആസ് യു ഓൾ നോ, ഈ ഈഗിളിന് വന്നൊരു ബാഡ് കമൻറ്റും അതിൻ്റെ പിന്നാലെ ഈഗിൾ പോയി ആ വ്യക്തിയെ എക്സ്പോസ് ചെയ്തു. ലേറ്റർ ഓൺ ഞാൻ വീഡിയോ ചെയ്തു. അതിനുശേഷം ആ വ്യക്തിയെ ഞാനാണ് ആദ്യം കയറിയിട്ട് എന്ത് ചെയ്തത്, ഇതേപോലെ മാനസിക രോഗമുള്ളവന്മാരെ അടിച്ചൊരു സൈഡാക്കണം എന്ന് പറഞ്ഞത്. പക്ഷേ അത് പിന്നെ ഈഗിളുടെ ഫാമിലിയിലേക്ക് പോയി. ഫാമിലി തൊട്ടറിയാലോ ആർക്കാണെങ്കിലും പൊള്ളു. ഈഗിൾ പിന്നെ അതിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു. ഈ ഒരു ടെലിഗ്രാം യൂണിവേഴ്സിനകത്ത് നടക്കുന്ന വൾഗാരിറ്റിയുടെ ലെവല് ആക്ച്വലി പൊതുജനത്തിനോട് ഇത് എക്സ്പോസ്ഡ് ആയിട്ട് എല്ലാവർക്കും അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് മെജോറിറ്റിക്ക് അറിയുണ്ടാവില്ല. ഓക്കെ, ജെൻസി ക്രൗഡാണ് ഇതിനകത്ത് കുറച്ച് പേര്, എല്ലാവരും ഞാൻ പറയില്ല, വളരെ ഒരു മിനിമം ആളുകൾ ഇതിനകത്ത് എക്സ്ട്രീം ലെവൽ ഓഫ് വൾഗാരിറ്റി വിറ്റ് പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ മാനസിക വൈകൃതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല, എന്താ പറയുക, രോഗത്തിനപ്പുറം കഴപ്പ് തീർക്കാൻ. ഇതൊരു രോഗമാണ്, മാനസികമായിട്ടുള്ള രോഗമാണ്. അപ്പോൾ പലർക്കും പല രീതിയിലുള്ള സെക്ഷൽ ലിബിഡോസ് ഉണ്ടാവും. സോ ചിലരുടെ ലിബിഡോ ഇങ്ങനെയാണ്, അത് അവർ വിറ്റ് കാശാക്കുന്നു. ഇതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ഒരു വേഴ്സ് സിനാരിയോ ആണ്. വീടുകളിൽ അമ്മമാരും പെങ്ങന്മാരും അടക്കം പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ വേണ്ട ഒന്ന് റോട്ടിൽ കൂടി നടക്കുന്ന ഒരാൾ കാറ്റടിച്ച് അവരുടെ ഡ്രസ്സ് മാറിയാലടക്കം ആ സ്ത്രീ അടക്കം സേഫ് അല്ല ഇവരുടെ കണ്ണിൽപ്പെട്ടാൽ, ഈ കൂട്ടം ആളുകളുടെ കണ്ണിൽപ്പെട്ടാൽ. കാരണം അവർക്ക് ഏത് ആംഗിളിൽ നിന്നും ഒരു സ്ത്രീ മാത്രമല്ല കേട്ടോ, പുരുഷന്മാർക്കും ഉണ്ട്. അങ്ങനത്തെ പുരുഷന്മാരെ ഈ രീതിയിൽ ക്യാപ്ചർ ചെയ്തെടുത്ത് അവരെ മോർഫ് ചെയ്യുന്ന ഗ്രൂപ്പുകളും ഉണ്ട്. എന്താണെങ്കിലും ഈഗിള് എക്സ്പോസ് ചെയ്ത കഴിഞ്ഞ ദിവസത്തെ വീഡിയോ, ഇന്നലത്തെ വീഡിയോ ഞാനൊന്നിവിടെ പ്ലേ ചെയ്യാണ്. ഞാൻ ഈ ടെലഗ്രാമിന്റെ ഇഷ്യൂസ് ഒക്കെ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ കുറെ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണത്, കുറെ പേരെ കമന്റ് സെക്ഷനകത്തും ബാക്കിയുള്ള ഇപ്പൊ സീക്രട്ട് ഏജന്റ് ഹക്കീം ഇവരൊക്കെ വീഡിയോ ചെയ്തപ്പം ഇവരുടെയൊക്കെ കമന്റ് സെക്ഷനിൽ കുറച്ച് ആൾക്കാർ പറയണതെന്ന് പറഞ്ഞാൽ, അതോ ഇതൊക്കെ ഇവന്മാർ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവന്മാർക്ക് കിട്ടേണ്ടതാ, ഇതൊക്കെ അവന്മാർക്ക് കിട്ടേണ്ടതാ, അവന്മാർക്ക് കിട്ടിയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. മീൻസ് ഇവന്മാർ ഫോട്ടോ ഇട്ടും ഇത് ഇട്ടും ജീവിക്കുന്നതല്ലേ, അവന്മാർക്ക് ഇത് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നുള്ളൊരു രീതിയിൽ സംസാരിക്കുന്ന കുറെ പേര്, ഇവനെയൊക്കെ ന്യായീകരിച്ച് സംസാരിക്കുന്ന കുറെ പേരെ കണ്ടായിരുന്നു ഞാൻ. സോ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യമേ തന്നെ പറയാം, ഇത് കുട്ടികൾ കാണണ്ട ഈ വീഡിയോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ എല്ലാവരും ഇത് മെയിൻലി അറിഞ്ഞിരിക്കേണ്ടത് ഈ കുട്ടികളുടെ പേരൻസ് എല്ലാവരുമാണ്. വെറുതെ ഒരു ഫോൺ വാങ്ങിച്ച് മാത്രം കൊടുത്താൽ പോരെ. ഇവന്മാർ അതിനകത്ത് എന്തൊക്കെയാ ചെയ്യണേന്ന് നിങ്ങൾക്ക് നോക്കാനുള്ള സമയമില്ലെങ്കിൽ ഈ സാധനം മേടിച്ചു കൊടുക്കരുത്. ആൻഡ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും, കുറെ പേർക്ക് ഇത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും, കുറെ പേർക്ക് ഇതൊരു അത്ഭുതമായിരിക്കാം. എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിരുന്നു ഇത് കണ്ടപ്പം. കാരണം ഞാനും ഈ ഒരു ഏജൊക്കെ കഴിഞ്ഞിട്ട് വന്ന ഒരാളാണ്. അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിക്കും ഈ പറയണത് പോലെ കുറെ പേർക്ക് അത് ഡിസ്റ്റർബൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് പക്ഷെ നിങ്ങളിത് കണ്ടിരിക്കണമെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ നമ്മുടെ നാട്ടിൽ എക്സ്ട്രീംലി വൾഗർ ആൻഡ് മെന്റൽ ആയിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരെ ഇന്നിവിടെ എക്സ്പോസ് ചെയ്യാൻ പോവാം. സോ ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളുടെയും സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഈ സ്ക്രീനിൽ നിങ്ങളെ കാണിച്ചു തരുവേ. ഓരോന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇന്നതാണ്, ഈ ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. സോ നമ്പർ വൺ എന്ന് പറയുന്നത് ഈ അതായത് പൈസ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുടെ ആയാലും ആരുടെ ആയാലും ഫോട്ടോ കൊണ്ട് അയച്ചു കൊടുത്താൽ 200 രൂപ കൊടുത്താൽ 30+ വീഡിയോസ് ചെയ്തു തരുന്ന ടെലഗ്രാം ഗ്രൂപ്പുകൾ, ടെലഗ്രാമിലെ കോണ്ടന്റ് ഉണ്ടാക്കുന്നവന്മാര്, വിൽക്കുന്നവന്മാര്. ഞാൻ ഇന്നലെ ഈ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾ കാണുന്നത് പോലെ വെറും 200 രൂപ കൊടുത്താൽ 30 വീഡിയോസ് അവൻ ഉണ്ടാക്കി തരും. ഞാൻ ഇന്നലെ ഇതില് ഈ വിൽക്കുന്ന പയ്യനിൽ ഒരുത്തനെ ഞാൻ ഇന്നലെ കണ്ടുപിടിച്ചായിരുന്നു. ഞാൻ അവന്റെ ഇൻബോക്സിൽ ചെന്നപ്പം ഉള്ള ചാറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഇൻബോക്സിൽ ഞാൻ ഇവന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവൻ എന്നോട് പറയാണ്, അവന്റെ അടുത്ത് അമ്മയുണ്ട് ബ്രോ, കോള് വിളിക്കരുതെന്ന്. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചത് ഇതാണ്, നിനക്ക് ടെലഗ്രാമിൽ ഈ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നിനക്ക് വീട്ടിൽ അമ്മയുണ്ടെന്നുള്ള കാര്യം ഓർമ്മയില്ലായിരുന്നു എന്ന്. ആൻഡ് അടുത്തത്, ഞാൻ ഇവന്റെ ഏജിലേക്ക് എത്തി. ഞാൻ ഇവന്റെ ഏജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇവന്റെ വയസ്സ് ചോദിച്ചു വന്നപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരുത്തനാണ് ഈ ടെലഗ്രാമിൽ ഇത് വിറ്റോണ്ടിരിക്കുന്നത്. അതായത് ഈ പറയുന്ന സെലിബ്രിറ്റീസിന്റെ ആയിക്കോട്ടെ, നിങ്ങൾ ഒരാളുടെ ഫോട്ടോ കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ ആയിക്കോട്ടെ, അവരുടെ വീഡിയോസ് നിങ്ങൾക്ക് ഡീപ്പ് ഫേക്ക് വെച്ചിട്ട് AI ആയിട്ട് എഡിറ്റ് ചെയ്ത് ന്യൂഡായിട്ട് തരുന്ന ടീം. ഈകള് പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് ഞെട്ടലില്ലാത്ത എന്താ വെച്ചെങ്കിൽ, ഒരു 2020-21 ടൈം മുതൽ ഇതേപോലെ
അന്ന് മോർഫഡാണ്, അന്ന് ഡീപ്പ് എ എന്ന് പറഞ്ഞുള്ള സംഗതി. നമുക്കൊക്കെ എ എന്നുള്ളത് ഈ റീസെൻ്റ്ലി ആണ് കേട്ടോ നമ്മുടെയൊക്കെ തലയിലേക്ക് ഈ സാധനം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത്രയും ചെയ്യാൻ പറ്റും എക്ക് എന്നുള്ളതൊക്കെ നമ്മളിതിനെക്കുറിച്ച് അറിഞ്ഞും പഠിച്ചും തുടങ്ങിയത്. പക്ഷേ ഒരു 4-5 വർഷം മുമ്പ് തന്നെ, ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ എൻ്റെ ഞങ്ങൾ 90s കിഡാണ്. സോ നമുക്കൊരു 4-5 വർഷം മുമ്പൊക്കെ തന്നെ ഗ്രൂപ്പുകളിൽ സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ മോർഫ് ചെയ്ത് വരും. ഓക്കെ, മോർഫ്ഡ് ഫോട്ടോസ് വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ കൊണ്ടുവന്നിടും. അത് വിശ്വസിച്ച് ആ സെലിബ്രിറ്റി അങ്ങനെ ഒരു വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇല്ലയെന്ന് പറയാൻ പറ്റും, ഞാൻ തുറന്ന് പറയുകയാണ്. കാരണം ചില വീഡിയോസൊക്കെ കാണുന്ന സമയത്ത്, അതായത് നിങ്ങൾ ആലോചിക്കുന്നത് ഏതാ ടൈം എന്നുള്ളത്. 2G 3G ഫോണുള്ള സമയത്ത് അതിൽ 3GB ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഡാറ്റയ്ക്ക് വേണ്ടി മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന കാലഘട്ടത്തിൽ വരെ ഈ മോർഫഡ് ഐറ്റങ്ങൾ, അതായത് അന്നേ ഇതിന് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രി ഉണ്ടല്ലോ, ഈ പി നിങ്ങൾ ബാക്കി ഫുൾ ചെയ്തു, ഈ ഒരു ഇൻഡസ്ട്രി അന്നേ അഡ്വാൻസ്ഡ് ആണ്. മനസ്സിലായോ? അന്നേ ഇവർ ഈ പറഞ്ഞ പോലെ ആളുകളുടെ മുഖം വെച്ച്, സെലിബ്രിറ്റീസിൻ്റെ ഫേസ് വെച്ച്, അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ. അപ്പം അവിടെ ഈ പറഞ്ഞ ടെക്നോളജിയും കൂടി ഇൻവോൾവ് ആയി വരുമ്പോൾ ഓബിയസ്ലി അവർ ആരുടെ വീഡിയോ വേണമെങ്കിലും അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇന്ന് അവർ അഡ്വാൻസ്ഡ് ആയിപ്പോയി. പിന്നെ ഇതിൽ കുട്ടികൾ എങ്ങനെ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്പർ 1 ഞാൻ പറയാം. ഒന്ന്, പാരൻസ് ഈ പറഞ്ഞ പോലെ, ഈകൾ പറഞ്ഞ പോലെ ഫോൺ എടുത്തു കൊടുത്തിട്ട് അതിൽ തിരിഞ്ഞ് നോക്കാത്തൊരു വിഷയം. രണ്ടാമത്, പ്രോപ്പർ സെക്ഷുവൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത വിഷയം. അതാണ് ഇവിടുത്തെ മെയിൻ സീൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കോ കിട്ടിയില്ല, നമ്മുടെ നെക്സ്റ്റ് ജനറേഷനും അത് കിട്ടുന്നില്ല, ഇനി വരാൻ പോകുന്നൊരു ജനറേഷനും അത് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പില്ല. എന്ത് സെക്സ് എഡ്യൂക്കേഷനാണ് നമ്മുടെ നാട്ടിലുള്ളത്? 0 ആണ്, ലിറ്ററലി 0. നമ്മുടെ ഈ പറഞ്ഞ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനകത്ത് എന്താണ് ശരിക്കും സെക്സ് എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? ആ പോർഷൻ വരുമ്പോൾ അന്നും ടീച്ചർ പറയും വീട്ടിൽ പോയിട്ട് നിങ്ങൾ പഠിച്ചു എന്ന് പറയും, ഇന്നും പറയും നിങ്ങൾ വീട്ടിൽ പോയിട്ട് പഠിച്ചു എന്ന് പറയും. അതൊരു മേജർ ഡ്രോബാക്കാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരോട് പറയുകയാണ്. ഇപ്പോൾ നമ്മളോട് പണ്ട് പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ അച്ഛനമ്മമാർ, ഇല്ല അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയണ്ട, അതൊക്കെ അറിയാനുള്ള പ്രായമാവട്ടെ. അപ്പോൾ അതിനുള്ള അറിയാനുള്ള ത്വര കൂടുമ്പോൾ എന്തു ചെയ്യും? ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഫോണിൽ അവൈലബിൾ ആണ്, എല്ലാവരും നെറ്റിലിരുന്ന് തപ്പിയിട്ട് നേരെ പോണത് എങ്ങോട്ടാവും? ഒരു പോൺ സൈറ്റിലേക്കാവും. ആ സൈറ്റിൽ ചെല്ലുന്നു, അവിടെയുള്ള കുറേ കാര്യങ്ങൾ കാണുന്നു. അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താ, പല കാറ്റഗറീസ് ഓഫ് നീഷ് ഓഫ് വീഡിയോസ് കാണുന്നു. കുട്ടികളുടെ മൈൻഡ് ചിലപ്പോൾ മാറിയിട്ട് പല രീതിയിലുള്ള നീഷുകളിലേക്ക് പോകും. ഞാൻ തുറന്നു പറയുക, അതിനകത്ത് എല്ലാ കാറ്റഗറീസും കാണും. ലെസ്ബിയൻ, ഗേ, അമ്മ, പെങ്ങൾ, സ്റ്റെപ്പ് ഫാദർ, സ്റ്റെപ്പ് സിസ്റ്റർ, അങ്ങനെ കുറേ സാധനങ്ങൾ കാണും. ഇവർക്ക് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടില്ല. എവിടെയെങ്കിലും അവരുടെ മൈൻഡ് കയറി ഉടക്കും. പിന്നെ ആ ഗ്രൂപ്പ് ഓഫ് വീഡിയോസ് കണ്ടു തുടങ്ങും. പിന്നെ അതിനോടുള്ളൊരു ലിബിഡോ കൂടി തുടങ്ങും. ഇവിടെ എന്താ പറയുക, പ്രോപ്പറായിട്ട് കുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ എന്താണ് സെക്സ്, എന്തിനാണ് സെക്സ്, നിങ്ങളുടെ ലിബിഡോ എങ്ങനെയായിരിക്കണം, നിങ്ങൾ എന്തിനോടാണ് നിങ്ങൾക്ക് കൂടുതൽ ഒരു ഇത് തോന്നേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും അവരെ ചിന്തിപ്പിക്കാനുള്ള ഒരു കൈൻഡ് ഓഫ് എഡ്യൂക്കേഷണൽ സിസ്റ്റം ഇവിടെ വേണ്ടേ? ഇവിടെ അത് കിട്ടുന്നുണ്ടോ? ഇല്ല, ഇവിടെ കിട്ടുന്നില്ല. ഇവിടെ ഇപ്പോഴും എന്താ, എല്ലാവരും പറയുന്നത് അറിയാനുള്ള പ്രായമായിട്ടില്ല. ഏതാ ഈ പ്രായം? 18 കഴിഞ്ഞാൽ അറിഞ്ഞോ എന്ന്, അല്ലെങ്കിൽ ഒരു ടൈം കഴിഞ്ഞാൽ അറിഞ്ഞു എന്ന്, ഇതൊക്കെ അറിഞ്ഞോന്ന് പറയും. ഒരു ടൈം പറഞ്ഞാലും പറഞ്ഞു കൊടുക്കൂ? ആരും പറഞ്ഞു കൊടുക്കാൻ പോകുന്നില്ല. ഇപ്പം എനിക്കറിയാം, ഞാൻ പണ്ട്, ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ ഇവിടെ തുറന്നു പറയാം, ഞാൻ പണ്ട് ഈ സിനിമ കാണാൻ പോയി, നമ്മുടെ ലാലേട്ടൻ്റെ ഒരു പടം, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിൻ്റെ തുടക്കത്തിൽ ഒരു മദാമേനെ കയറ്റി മസാജ് ചെയ്യുന്നൊരു സീനുണ്ട് ഒരു പടത്തിനകത്ത്. എനിക്ക് ഓർമ്മയുണ്ട് പടം ഇതെന്നുള്ളത്, താണ്ഡവം സിനിമ കാണാൻ പോയപ്പോൾ ഏട്ടന്മാരൊപ്പം പോയി, എല്ലാവരും കൂടി എൻ്റെ കണ്ണു കുത്തിച്ച്. അന്ന് മുതൽ ഞാൻ ആലോചിക്കുന്നത്, ഇതെന്താ സംഗതി, എന്തിനാ എൻ്റെ കണ്ണു കുത്തി? അതിനുശേഷം ബോയ്സ് സിനിമ വരുന്നു, അതിലൊരു പോർഷൻ മാത്രം, ഒരു പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വീട്ടിലേക്ക് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ടുവരുന്ന ഒരു സീൻ. എഗെയിൻ ഇത് കാണരുത് എന്ന് പറയുന്നു. പിന്നെ ഞാൻ ആ CD തപ്പി നടക്കുന്നു. ത്വര കൂടുകയാണ് നമുക്ക്. അതിന് ധൂമ് പടത്തിനകത്തൊരു പാട്ടുണ്ട്, അഭിഷേക് ബച്ചനും അതിലെ ആക്ട്രസും തമ്മിൽ. അപ്പോൾ അത് കാണാൻ സമ്മതിക്കില്ല. പിന്നെ ഇതിങ്ങനെ കൂടിക്കൂടി വരുന്തോറും നമുക്ക് ഇത് എന്താണെന്ന് അറിയണം, എങ്ങനെയാണെന്ന് അറിയണം. മനസ്സിലായി? ഇത് പറഞ്ഞു തരാൻ ആളില്ലല്ലോ നമുക്ക്. മനസ്സിലായി? നമുക്ക് എന്താണെന്ന് പറഞ്ഞു തരാൻ തന്നെ ഇവിടെ ഒരു മനുഷ്യനില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു കുറേ കുട്ടികൾ വളരുന്നുണ്ടാവും. അങ്ങനെയുള്ള കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് ആളുകളുടെ മൈൻഡിൽ ഓരോ തരം ലിബിഡോസ് കയറി കൂടുന്നത്, കുട്ടികളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. അതായത് സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട്, പാരൻസ് ആണെങ്കിലും സെക്സിനെ കുറിച്ച് മക്കളോട് തുറന്ന് പറയുന്നൊരു രീതി ഇവിടെ ഇല്ലാത്തത് കൊണ്ട്, മക്കൾ ഗോസ് ടു എ ഡിഫറെൻറ്റ് സോൺ. ഓക്കെ,
പിന്നെ അതിൽ നിന്ന് ഇൻകം കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുന്നു എന്നും കൂടി ആവുമ്പോൾ ടെക്നോളജിയുടെ ഒരു ബാക്കപ്പും കൂടി വരുമ്പോൾ കുട്ടികൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. അവർ ഇപ്പം നമ്മളെപ്പോലെയല്ല, ദേ ആർ യൂസ് ടു AI. പ്രോംപ്റ്റ് ഉണ്ട്, AI ടൂൾസ് ഉണ്ട്, ദേ ആർ യൂസ് ടു ഇറ്റ്. അപ്പം അവരുടെ മനസ്സിനകത്തുള്ള ആ ഒരു ലിബിഡോ മൊത്തത്തിൽ അവർ കോർണർ ചെയ്തൊരു സൈഡിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ അവരുടെ ഒരു ഭയങ്കരമായിട്ടുള്ള താല്പര്യം വരുന്നത് ഒരു പെർട്ടിക്കുലർ നീഷ് കാറ്റഗറി ഓഫ് വീഡിയോസിലാണ്. അപ്പോൾ അത് അവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ അത് ഫ്രണ്ട്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പൈസ തന്നാലേ തരുള്ളൂ എന്ന് പറയുന്നു. ഇങ്ങനെ ബിൽഡ് ആവുകയാണ് ഈ സാധനം. അപ്പോൾ അത് പാരൻസ് നോക്കണം, എഡ്യൂക്കേഷണൽ സിസ്റ്റം ഇവിടെ കറക്റ്റ് ആവണം, പിന്നെ ഇവിടുത്തെ സൈബർ സിസ്റ്റത്തിന് ഇത് മോണിറ്റർ ചെയ്യാൻ പറ്റണം. വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ സൈബർ സിസ്റ്റത്തിന് ഇത് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഇത് മോണിറ്റർ ചെയ്ത് നമ്മളൊരു കേസായിട്ട് ചെന്നാൽ, ഞാൻ വീണ്ടും പറയുന്നു, ഹെൽഡ് ഓഫ് സ്പാട്ട് അടക്കം ഇവിടെ ഒരുപാട് പേര് കേസ് കൊടുത്തിട്ടുണ്ട് 2022 ടൈമിൽ. അവരുടെ ഫോട്ടോസ് വെച്ച് മോർഫ് ചെയ്ത് വീഡിയോസ് വരുന്നു, ഫോട്ടോസ് വരുന്നു എന്ന് പറഞ്ഞ് ഒരു കേസ് കൊടുത്തിട്ട് ഒരാളെ പോലും പൊക്കാൻ അവർക്ക് പറ്റിയില്ല. ഇന്ന് ഈഗിൾ ചെയ്ത് ഇതേപോലെ ഒരു പാരലൽ ഇൻവെസ്റ്റിഗേഷൻ അന്ന് ഞങ്ങൾ ചെയ്തിട്ടാണ് 3-4 നമ്പേഴ്സെങ്കിലും എടുത്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇപ്പോഴും എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. പക്ഷേ അത് കേസായതുകൊണ്ടും അതിൽ 1-2 പേരെ അവർ ട്രാക്ക് ചെയ്ത് പിടിച്ചു എന്നുള്ളതൊക്കെ അന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഈ വേറൊരു വീഡിയോയിൽ ഇതൊന്നും നടക്കാതെ ആകുമ്പോൾ പിന്നെ വെച്ചേ നമുക്ക് പറ്റൂ, വേറെ വഴിയില്ല. ഇപ്പം ഇന്നലെ ഒരു ന്യൂസ് വന്നത് നിങ്ങൾ കണ്ടോ? ടെലിഗ്രാമിൽ ഇതേപോലെ പോൺ വീഡിയോസ് വിറ്റ് ഒരുത്തനെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. എടീ ഇത് പിടിച്ചു തുടങ്ങണം. കാരണം എന്താ പറയുക, ആരും സേഫല്ല ഇവിടെ, ആണും സേഫല്ല, പെണ്ണും സേഫല്ല. മനസ്സിലായില്ലേ? പബ്ലിക്കിലും സേഫല്ല, വീട്ടിൽ പ്രൈവറ്റ് ആയിട്ടിരിക്കുമ്പോഴും സേഫല്ല. കാരണം നമ്മൾ വീട്ടിൽ ഇതേ മെൻറ്റാലിറ്റിയിലേക്ക് പോയ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ ചെക്കൻ ഈഗിളിന് മെസ്സേജ് അയക്കുമ്പോൾ അമ്മ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതേ അമ്മേൻ്റെ വീഡിയോവും ഫോട്ടോ എടുത്തിട്ട് ഇവൻ്റെ താല്പര്യം അങ്ങനത്തെ കാറ്റഗറി ഓഫ് ഇതാണെന്നുണ്ടെങ്കിൽ ഇവ അതെടുത്തിട്ട് ഇവൻ എന്ത് ചെയ്യും, മോർഫ് ചെയ്ത് വിൽക്കും, വേറെ ആൾക്ക് അയച്ചു കൊടുക്കും. അവിടെ സേഫ്റ്റി ഇല്ല. അപ്പോൾ അതിലേക്ക് നമ്മുടെ അറ്റ്ലീസ്റ്റ് മക്കൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു അവയർനെസ് നമ്മൾ കൊടുക്കണ്ടേ? ഇതൊക്കെ ബിഗിനർ ലെവലിൽ ഞാൻ പറയത്തുള്ളേ. ആൻഡ് നമ്മൾ നമ്പർ 2ലേക്ക് പോവാം. നമ്പർ 2 ട്രിബ്യൂട്ട്. ഇതൊക്കെ ഇവരുടെ കോഡ് ലാംഗ്വേജസ് ആണ് ഇതൊക്കെ. ട്രിബ്യൂട്ട് ഇതെന്താന്ന് പറയട്ടെ. ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഐപാഡ് എടുത്ത് വെക്കും. ആ ഐപാഡിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ആളുടെ ഫോട്ടോ ഓപ്പൺ ചെയ്ത് വെക്കും. എന്നിട്ട് അതിന്റെ പുറത്ത് മാസ്റ്റുബേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് തരും. അതും 4-5 വീഡിയോസ്. ഈ വീഡിയോസ് കാശ് കൊടുത്ത് മേടിക്കാൻ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. ജസ്റ്റ് ഇമാജിൻ എന്തോരം സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും ഇവനൊക്കെ എന്ന്. ജസ്റ്റ് ഇമാജിൻ. ആൻഡ് ഇത് കുറച്ചും കൂടി കേട്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്പർ 3 ഗ്രൂപ്പിന്റെ പേര് അമ്മ. ഗ്രൂപ്പിന്റെ പേര് അമ്മയാണ്. മെമ്പേഴ്സ് എനിക്ക് തോന്നുന്നു 2-3 ഗ്രൂപ്പിലായിട്ട് ഒരു 4000-ൽ മുകളിൽ മെമ്പേഴ്സ് ഉണ്ട്. ഗ്രൂപ്പിന്റെ പേര് അമ്മ എന്ന് കേൾക്കുമ്പം അതൊരു നല്ല ഗ്രൂപ്പ് അല്ല. നമ്മുടെ അമ്മയുടെ പ്രായമുള്ളവരുണ്ടല്ലോ, വീട്ടില് നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ കൂടെ ആയിരിക്കും നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അച്ഛൻ, അമ്മ, മോൻ അവരുടെയൊക്കെ കൂടെ ആയിരിക്കുമല്ലോ ജീവിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഡ്രസ്സിങ്ങിലാണെങ്കിലും അവരങ്ങനെ വലുതായിട്ട് ഷോളൊന്നും ഉപയോഗിച്ചായിരിക്കത്തില്ല കിച്ചണിലൊക്കെ നിൽക്കുന്നത്, അല്ലെങ്കിൽ വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണത്. സോ നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന അമ്മമാരില്ലേ, ഈ അമ്മമാരുടെ വീഡിയോസ് വളരെ ചായ കൊടുക്കാൻ വരുന്നതും ഫുഡ് തരാൻ വരുന്നതും കിച്ചണിൽ കുക്ക് ചെയ്യുന്നതും ഒക്കെ എടുത്തു വെച്ചിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കുലർ ഗ്രൂപ്പാണ് അമ്മ എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഈ അമ്മയ്ക്കകത്ത് ഇത് എടുത്തിടുന്ന ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മനസ്സിലാവും. വീട്ടിലുള്ള ഏതെങ്കിലും ഒരുത്തൻ, സ്വന്തം വീട്ടിലുള്ള ഏതെങ്കിലും ഒരുത്തനായിരിക്കും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിന്റെ പ്രൂഫും ഞാൻ ഈ വീഡിയോക്കകത്ത് തന്നെ നിങ്ങളെ കാണിക്കുന്നുണ്ട്, അത് കണ്ടു നോക്കണം. സോ ഇതൊക്കെ കുറച്ച് എക്സ്ട്രീം വൾഗാരിറ്റിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ സൊസൈറ്റി അറിയേണ്ട സമയമായി. ആൻഡ് നമ്പർ 4 ഈസ് കാൻഡിഡ്. കാൻഡിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വഴി കൂടെ നടന്നു പോണത്, നിങ്ങൾ ബസ്സിലിരിക്കുന്നത്, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നത്, വീട്ടിലോ ഫ്രണ്ട്സിന്റെ കൂടെയോ സർക്കിളിലോ എവിടെ നിൽക്കുന്നതും ആ ഫോട്ടോ അതൊരു സെക്ഷൽ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഈ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിടും. അന്നേരം വാവ് അവളുടെ അത് കണ്ടോടാ, അവളുടെ ഇത് കണ്ടോടാ എന്ന് പറഞ്ഞിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടം സൈക്കോസ്. ഈ 4 കാറ്റഗറി എനിക്ക് നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് വന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഈ 4 കാറ്റഗറി എന്ന് പറയണത്, ഈ 4 കാറ്റഗറിയിൽ ഞാൻ ആലോചിക്കുകയാണ് എങ്ങനെയാണ് ആൾക്കാർക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റണേന്ന്. ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബ്രോ. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്നവർ കാലാകാലങ്ങളായിട്ട് നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് പുതിയതായിട്ട് വന്നൊരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ട്രിബ്യൂട്ടൊക്കെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് എൻ്റെയൊക്കെ ഒരു സ്കൂൾ കോളേജ് ടൈമിൽ തന്നെ ഈ ട്രിബ്യൂട്ട് പോലത്തെ വീഡിയോസ് പല വെബ്സൈറ്റുകളിലും കയറി കാണുന്ന ഫ്രണ്ട്സൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിലൊരു എക്സ്ട്രീം സാധനം ഞാൻ പറഞ്ഞുതരാം. ഈ സ്ക്രീനിൽ
വീഡിയോസ് പ്ലേ ചെയ്യും. ഓക്കെ, പോൺ വീഡിയോസ് പ്ലേ ചെയ്തിട്ട് ആ സ്ക്രീന് നക്കിയിട്ട് അത് വീഡിയോ എടുത്തിട്ടിട്ട് അത് കാണാനും ആ നീഷിലുള്ള പർട്ടിക്കുലർ വീഡിയോ കാണാൻ താല്പര്യമുള്ള ഫ്രണ്ട്സ് എൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു എക്സ്ട്രീം ഇതിൻ്റെ ഒരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവരുടെയൊക്കെ ലിബിഡോ എവിടെ കിടക്കുന്നു എന്നുള്ളത്. ഞാൻ തുറന്ന് പറയുന്നു, ഇതൊക്കെ തുറന്ന് പറയേണ്ട ഒരു അവസ്ഥ വരാൻ കാരണം എന്താ പറയുക, നമ്മുടെ ഇനി കാണുന്ന ജനറേഷനെങ്കിലും മനസ്സിലാക്കണം, സെക്സ് ഈസ് എന്താ പറയുക നോട്ട് എ വേസ്റ്റ് ഓർ വൾഗർ തിങ്. സെക്സ് ഈസ് എ പ്യുവറസ്റ്റ് ഫോം ഓഫ് ലവ് എന്ന് പറയുന്നത് സെക്സാണ്. ഓക്കെ, പക്ഷെ വെരി അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ നാട്ടിൽ സെക്സ് എന്നുള്ള വാക്ക് പോലും മിണ്ടാൻ പാടില്ല, തെറ്റാണ്. ഓക്കെ, അത് ഇത്രയും പ്യുവർ ലവ് എന്നുള്ളത് ആർക്കും അറിയില്ല. എല്ലാവരും വിചാരം സെക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ വലിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ സെക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വൾഗർ സാധനങ്ങളാണ് സെക്സ് എന്നുള്ളതെന്നൊക്കെ വിചാരിച്ച് നടക്കുകയാണ്. നോ, അത് മാറണം, മനസ്സിലായി? അത് മാറണം. ഇപ്പോഴും സൊസൈറ്റിയിൽ ഒരു കോണ്ടം എന്ന് പറഞ്ഞ വാക്ക് പോലും സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടും, അല്ലെങ്കിൽ പോയി പബ്ലിക്കിലൊരു കോണ്ടം വാങ്ങാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ നാട്ടിലുള്ളത് കൊണ്ടാണ് പല വിഷയങ്ങളിലും പല സീനുകളിലും എക്സ്ട്രീം ലെവലിലേക്ക് കാര്യങ്ങൾ പോണത്. മനസ്സിലായോ? അബദ്ധത്തിൽ ഗർഭമുണ്ടായി എന്ന് ഒരു ഭാര്യ ഭർത്താക്കന്മാർ പറയുന്ന കാലഘട്ടമാണത്, അബദ്ധത്തിലുണ്ടായി എന്നുള്ളത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ, ഇപ്പോഴും ആ കാലഘട്ടത്തിൽ തന്നെയല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ചിലരുണ്ട് എൻ്റെ കൂട്ടത്തിൽ ഫ്രണ്ട്സ് കല്യാണം കഴിഞ്ഞിട്ട്, എടേ പ്രഗ്നൻ്റ് ആയി, എടേ പറ്റിപ്പോയിടേ, അറിഞ്ഞില്ലടേ, ബ്ലേഡി ഒരു 10 രൂപയ്ക്ക് കോണ്ടം മേടിച്ച് അബദ്ധം പറ്റുമോ? എന്ത് അബദ്ധം എന്നാ പറഞ്ഞത്? ഇതൊക്കെ എന്താ അബദ്ധം? ഇതിലൊക്കെ എന്താ അബദ്ധം പറ്റാൻ? ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ട്രിബ്യൂട്ട് ആണെങ്കിലും സ്റ്റാൻഡേർഡ് ആണെങ്കിലും അതുപോലെ അമ്മ, ആൻറ്റി, അച്ഛൻ, അനിയൻ, പെണ്ണുങ്ങൾ മാത്രമല്ല കേട്ടോ, ആണുങ്ങളും സേഫല്ല, ആണുങ്ങളും ഒട്ടും സേഫല്ല. ഇതിപ്പോൾ ആണുങ്ങളെ കാറ്റഗറി ഓഫ് വീഡിയോസ് എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പുകളും അതിൻ്റെ നീഷുകളിൽ വരുന്ന വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേറെ ഞെട്ടിപ്പോവും. ഒരാണിൻ്റെ ഏറ്റവും കൂടുതൽ ചിത്രീകരിക്കപ്പെടുന്നത് അയാളുടെ ബാക്കാവും, ചന്തി. ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്, കണ്ടവനം വീഡിയോസ്. ഇവരെന്ത് ചെയ്യുന്നറിയോ, ഒരാണ് കടന്നു പോകുമ്പോൾ ബാക്കിൽ നിന്ന് വീഡിയോ ഫോട്ടോ എടുക്കും. അതും ഞാൻ തുറന്നു പറയുന്നു നിങ്ങളോട്, ഈ ഒരു അടുത്ത കാലത്ത് എനിക്ക് കേരളത്തിലുള്ള കുറച്ച് ഗേ ഗ്രൂപ്പുകളെ കുറിച്ച് ഓക്കെ ഒരു പയ്യൻ ഇരുന്ന് മെസ്സേജ് അയച്ചിരുന്നു. അവൻ പറയുന്നത് ഈ ടർഫുകളില്ല, നമ്മളുടെ ഫുട്ബോൾ ടർഫുകൾ, അതിനകത്തു നിന്നൊക്കെ ലീക്കാവുന്ന കുറേ ലീക്കാക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുന്ന ഹിഡൻ ആക്കിയുള്ള വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കും. നമ്മൾ ആണുങ്ങളാണല്ലോ കുറച്ചും കൂടി, പെണ്ണുങ്ങൾ വീണ്ടും പെണ്ണുങ്ങളൊപ്പം ഇരിക്കുന്ന സമയത്ത് ഡ്രസ്സ് അഴിക്കാനൊന്നും മടിക്കും. പക്ഷെ ആണുങ്ങൾ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഡ്രസ്സ് അഴിച്ച് നമ്മൾ ആണുങ്ങളല്ലേ എന്ന് പറഞ്ഞാൽ അഴിക്കും. എല്ലാം പണിയാണ്. ചില ഗ്രൂപ്പുകളിൽ എല്ലാവരും ഇങ്ങനത്തെ സാധനങ്ങളും, കാരണം ഒപ്പം ഇരിക്കുന്നവൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല, കൊണ്ടുപോയി തട്ടുകയാണ്. അങ്ങനെ വന്ന് ജീവൻ പോയൊരു ചെക്കനെ എനിക്ക് മെസ്സേജ് അയച്ചു. ചെക്കൻ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ മാത്രം പഠിക്കുക. അവൻ്റെ ഒപ്പമുള്ള ബാക്കി അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നതിൽ കൂട്ടത്തിൽ ഒരാൾ ഇതേപോലെ അവൻ്റെ ഫോട്ടോ വീഡിയോ എടുത്തിട്ട് മോർഫ് ചെയ്ത് പിന്നെ അവനെ തന്നെ ഒരാണിനെ, അതൊരു കുട്ടീനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ആലോചിച്ച് നോക്ക്. എങ്ങനെയാണ് ഇതിനു വേണ്ടി മാത്രമായിട്ടൊരു ജീവിതം? ഇവനെയൊക്കെ ഇപ്പം നിങ്ങൾ വെറുതെ വിട്ടാ, ഇപ്പം ഈ പറയണ സമയത്ത് നിങ്ങൾ ഇവനെയൊക്കെ വെറുതെ വിട്ടാൽ നാളെ ഇവനെയൊക്കെ ഓരോ ന്യൂസുകളിൽ നിങ്ങൾക്ക് കാണേണ്ടി വരും. അത് നമുക്ക് വേണ്ടപ്പെട്ടവരെ ഉപദ്രവിച്ചിട്ടായിരിക്കും ഇവനെയൊക്കെ കാണേണ്ടി വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മയെ പോലും സേഫ് അല്ല ഈ ടെലഗ്രാം പോലത്തെ സാധനങ്ങൾ എന്ന് പറയണം. അത് എൻജോയ് ചെയ്യാൻ ഒരു കൂട്ടം ഓഫ് ആൾക്കാരും ഈ ഫോൺ വാങ്ങി കൊടുക്കുന്നതിന്റെ അപ്പുറത്തോട്ട് ഇവന്മാർ ഇതിനകത്തൊക്കെ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നതെന്ന് ജസ്റ്റ് നിങ്ങൾക്കൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് അന്വേഷിക്കണം. കാരണം ചിലവന്മാരെ ഒന്നും വേണ്ട, എനിക്ക് ഇവനെ ഒന്നും പിടിച്ച് പോലീസിന് കൊടുക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ അമ്മമാരും അച്ഛന്മാരും ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അവന്മാരുടെ അടുത്ത് അവന്മാരെ പറഞ്ഞു മനസ്സിലാക്കുക, 2 കൊടുക്കുക, അവന്മാരെ പറഞ്ഞു മനസ്സിലാക്കുക, മോനെ ഇങ്ങനല്ല ജീവിക്കേണ്ട, ഇതല്ല ജീവിതം. അതെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യേണ്ട സമയമായി. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും എക്സ്ട്രീം വൾഗാരിറ്റി ഉള്ള സാധനങ്ങൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യണേ. മേ ബി ചിലപ്പോൾ ഈ വീഡിയോ ടേക്ക് ഓവർ ആവോ എന്തോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അക്കൗണ്ടിൻ്റെ ഇതൊന്നുമല്ല, കുറച്ച് ദിവസമായിട്ട് ഞാൻ ഒരു കോണ്ടന്റ്സ് വേറെ ഗെയിമിംഗ് ഒന്നും ഇതാക്കില്ല. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകിൽ മാത്രമാണ് പറയണം എന്ന് തോന്നി. ആൻഡ് ഞാൻ അവസാനമായിട്ട് നിങ്ങളെ ഒരു ഗ്രൂപ്പും കൂടി കാണിച്ചു തരാം. ഈ ഒരു ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. മെയിൽഡം റേപ്പ് എംപയർ, ഗേൾസ് ഈസ് ഈക്വൽ ടു സെക്സ് ടോയ് / സ്ലേവ്സ്, ദിസ് ഈസ് എ ഫാന്റസി വേൾഡ്, പെണ്ണാണിന്റെ സുഖത്തിന് വേണ്ടിയുള്ള ഒരു വസ്തു, എ സെക്ഷൽ ഒബ്ജക്ട്. ഇതാണ് ഗ്രൂപ്പിന്റെ ഡിസ്ക്രിപ്ഷൻ. ഞാൻ പറയുന്നത് വെറുതെ കയറി പോൺ കാണുന്ന ആൾക്കാരെ അല്ല ഞാൻ പറയുന്നത്. ഇവരെ പോലത്തെ ആൾക്കാർ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി ഇടുമ്പോൾ ഉണ്ടല്ലോ, ഇതിലേക്ക് വന്നു ചേരുന്ന പിള്ളേരുണ്ട്. ഈ പിള്ളേര് ഈ ഒരു കൾച്ചറിലേക്ക് മാറുക, ഇവരെ ഈ കൾച്ചറിലോട്ടും ഇങ്ങനത്തെ തോട്ട്സിലോട്ടും ഇൻജക്ട് ചെയ്ത് വെച്ചു കൊടുക്കുക.
പെണ്ണിന് അതാണ്, പെണ്ണ് അതിനു വേണ്ടി മാത്രം ഉള്ളതാണ് എന്ന് ഇൻജക്ട് ചെയ്ത് വെച്ച് പഠിപ്പിക്കുന്ന ഗ്രൂപ്പുകളാണ് ഇതൊക്കെ. ഇനിയും ഇതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഗൈസ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ആരും സ്പീക്കപ്പ് ചെയ്യണില്ല, ആരും എന്താ സംസാരിക്കാത്തെന്ന് അറിഞ്ഞൂടാ. ഇതൊക്കെ കുറെ പേർക്ക് അറിയാം, ഇതൊക്കെ കുറെ പേര് കണ്ടിട്ടുള്ളതാണ്. ഇത് ആരും എന്താ ഇതിനെപ്പറ്റി സംസാരിക്കാത്തതെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ പോലും വളരെ കുറച്ച് ക്രിയേറ്റേഴ്സ് മാത്രമേ ഇതിനൊക്കെ വേണ്ടി റിയാക്ട് ചെയ്തിട്ടുള്ളൂ. എല്ലാവർക്കും സ്വന്തം വീഡിയോയും സ്വന്തം ഫോട്ടോയും വരുമ്പോൾ എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് ബ്രോ അവനെ എങ്ങനെ കണ്ടുപിടിച്ചേ, ഇവനെ എങ്ങനെ കണ്ടുപിടിച്ചേ എന്ന് ചോദിക്കാറുണ്ട്. അതിനെനിക്കിനി മറുപടി കൊടുക്കാൻ താല്പര്യമില്ല. എല്ലാവരും വിചാരിച്ചാൽ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. അത് നിങ്ങളും കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ പറയണത് പോലെ ഇവന്റെ ഒക്കെ അനിയൻ ഉണ്ടെങ്കിൽ അനിയന്റെയും അല്ലെങ്കിൽ ഇതിൽ ആണുങ്ങൾ മാത്രമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ പെൺകുട്ടികളുണ്ടാവും, ഒന്നും പറയാൻ പറ്റത്തില്ല ഇതിനകത്ത് ആരൊക്കെ ഉള്ളതെന്ന്. നമ്മൾ ഓരോന്ന് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോണല്ലേ, അതുപോലെ തന്നെ പറയണേ. സോ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളുടെ അനിയന്റെയോ അല്ലെങ്കിൽ ആരുടെയോ മോനോ മക്കളുടെയോ എല്ലാം ഫോണും ഇതൊക്കെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണതൊക്കെ നല്ലതാ. പ്രൈവസി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ശരിയാ. ബട്ട് സ്റ്റിൽ ഈ ചെറിയ കുട്ടികൾ ഇവന്മാർക്കൊക്കെ എന്ത് പ്രൈവസി ഈ പ്രായത്തിൽ വേണ്ടുന്നേ? സോ ഒന്നുകൂടെ റീതിങ്ക് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങളിലേക്കൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യുന്നത്. എനിക്കിത് ചെയ്യുന്നതിൽ സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. ഇത് ഇനി പറയാതിരിക്കാനില്ല. ഇത് ആരും നാളെ പറയൂലല്ലോ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടും ആരും ഒന്ന് പറഞ്ഞില്ല, ആരും ഒന്ന് അഡ്രസ്സ് ചെയ്തില്ലെന്ന്. നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ ഇൻഫ്ലുവൻസേഴ്സിനും സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സിനും സിനിമാ നടന്മാരുടെയും മാത്രമല്ല, വീട്ടിലിരിക്കുന്ന നമ്മുടെയൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും വരെ അനിയത്തിയുടെയും വരെ ഫോട്ടോയും ഇതുമെല്ലാം ടെലഗ്രാമിൽ കിടന്ന് ഓടുന്നുണ്ടെന്നുള്ള സത്യം ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇതെന്താ പറയുക, ഇത് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അവെയർ ആവുക എന്നുള്ളതാണ് ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്. പഠിപ്പിക്കാൻ ആരുമില്ല, പറഞ്ഞാൽ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പം അത്യാവശ്യം ഈകളെ പോലുള്ളവർ വന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർ വന്ന് ഈ കാര്യങ്ങൾ തുറന്ന് നിങ്ങളോട് ബ്ലണ്ടായിട്ട് പറയണം. നമ്മളെവിടെ ഇവിടെ നാണക്കേടോ മാനക്കേടോ വിചാരിക്കുന്നില്ല. വന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാന്നുള്ള മൈൻഡിൽ നിന്ന് മാറിയിട്ട് ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുമല്ല, എൻ്റെ വണ്ടിയിൽ ഡാഷ് ക്യാം ഉണ്ട്, ഫ്രണ്ടും ബാക്കും ഡാഷ് ക്യാം ഉണ്ട്. ഇതേപോലെ എല്ലാ വണ്ടികളിലും ഡാഷ് ക്യാം ഉണ്ടാവും. ഇപ്പോൾ ഈവൻ സ്കൂട്ടേഴ്സിലും ബൈക്കിലും വരെ ക്യാം വരുന്ന കാലമായി. നടന്നു പോകുന്ന റോട്ടിലടക്കം ഇഷ്ടംപോലെ ക്യാംസ് ഉണ്ട്. തിയേറ്ററിലുണ്ട്, ഹോസ്പിറ്റലിലുണ്ട്, ATMലുണ്ട്. നിങ്ങൾക്ക് ക്യാമറ കണ്ടെന്ന് രക്ഷപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല. ഇതൊരു സെലിബ്രിറ്റിയുടെ ലൈഫ് എന്നല്ല, ഒരു നോർമൽ ആളുടെ ലൈഫിലും നിങ്ങൾക്ക് ഈ ക്യാമറ കണ്ടെന്ന് രക്ഷപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതെവിടെ എങ്ങനെ ലീക്കാവുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ഇതെടുത്ത് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ റീസെൻ്റ്ലിയാണ് തിയേറ്ററിലുള്ള ഒരു ഇഷ്യൂ ഞാൻ അഡ്രസ്സ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വീഡിയോസ് ലീക്കാവും. കാരണം ഇതിനൊന്നും സൈബർ സെക്യൂരിറ്റി വെച്ചിട്ടല്ല ഇതൊക്കെ എല്ലാ സ്ഥലത്തും വെക്കുന്നത്. ഇതൊക്കെ ലീക്കാക്കാനും അല്ലെങ്കിൽ ഇതൊക്കെ എടുത്തുകൊണ്ട് പോകാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പം അങ്ങനെ ചെയ്യാൻ ആളുകളുണ്ട്, ഇത് വിൽക്കാൻ ആളുകളുണ്ട്, ഇത് മോർഫ് ചെയ്യാനും ഇത് AI വെച്ചിട്ട് ഇതിന് വേറെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അതൊരു ഇൻഡസ്ട്രി ആയിട്ട് തന്നെ പോകുന്നുണ്ട് ഇവിടെ. എൻ്റെ ഫ്രണ്ട് ഗ്രൂപ്പിലുണ്ടായിരുന്നു ആ ചങ്ങായി, ഇപ്പോൾ പുറത്ത് സെറ്റിലായി. എനിക്ക് തോന്നുന്നു 2015, 16, 17 കാലഘട്ടത്തിൽ ഇവൻ്റെ പരിപാടി എന്തായെന്ന് വെച്ചാൽ ഈ ഡീബോൺ എയർ എന്ന് പറഞ്ഞുള്ള ഒരു ബ്ലോഗ് പേജൊക്കെ ഉണ്ടായിരുന്നു. ബ്ലോഗൊന്നും പറയാൻ പറ്റില്ല, കുൽസ് ഇങ്ങനെ ആരെങ്കിലും എടുത്ത വീഡിയോസ് കയറ്റിയിടും, അവിടുന്ന് കുറച്ച് പൈസ കിട്ടും. ഇവൻ ഇതിന്ന് വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുത്ത് വാട്ടർമാർക്ക് പറഞ്ഞിട്ട് X വീഡിയോസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ട് നമുക്കന്നൊന്നും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലല്ലോ. ഇവൻ്റെ കാശ് ഡോളേഴ്സ്, അന്ന് മുതലേ ഡോളേഴ്സാണ് വലിച്ചെറിഞ്ഞ് ജീവിക്കുകയാണ് അവൻ ബാംഗ്ലൂർ. ലാസ്റ്റാണ് നമ്മൾ ചോദിക്കുന്നത്, അളിയത് എന്താ സ്കീം എന്താ? ഐ എം ഇൻ ടു പോൺ ഇൻഡസ്ട്രി. ഞാൻ പോൺ ഇൻഡസ്ട്രിയാ പോടാ എന്നിട്ട് എൻ്റെ വീഡിയോ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അത് ഞാൻ എന്തിനും വീഡിയോ എടുക്കേണ്ട ആവശ്യം? കണ്ടവൻ്റെ വീഡിയോ ഞാൻ എടുക്കും, ട്രിം ചെയ്യും, കട്ട് ചെയ്യും, വാട്ടർമാർക്ക് കളയും, ഞാൻ വേറെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. ഐ എം ഗെറ്റിംഗ് ക്യാഷ്, ഐ എം ഗെറ്റിംഗ് പെയ്ഡ്. ഇനി എവിടെയെങ്കിലും പോയൊക്കെ സെറ്റിലാണ്. ഇപ്പോൾ എവിടെ പോയി സെറ്റിൽ? അപ്പോൾ ഒരു മലയാളിയല്ല, വേറൊരു നാട്ടിലെ ആളായിരുന്നു, ബാംഗ്ലൂരിലുള്ള സമയത്തുള്ള ഫ്രണ്ടായിരുന്നു. ഇപ്പോൾ അവൻ എബ്രോഡ് പോയി എന്നുള്ളൊരു അറിവ് എനിക്കുണ്ട്. ഇനി അവിടെ പോയിട്ട് അവൻ ഈ ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റില്ല. ഇതിന് ഫിനാൻഷ്യൽ സെറ്റപ്പാണ് ഞാൻ പറയുന്നത് നിങ്ങളോട്. അന്നേ ഇവൻ വേറെ റേഞ്ചാണ്, ലക്ഷങ്ങളാണ് ഇവന് മാസ വരുമാനമൊക്കെ ഉണ്ടായിരുന്നത്. നമ്മളൊന്നും അന്ന് യൂട്യൂബിനെ കുറിച്ചോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നൊരു ഇൻകത്തിനെ കുറിച്ചോ നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മളെ അറിവിലില്ല. എന്താണെങ്കിലും ഗൈസ് അവെയർ ആയിട്ടിരിക്കുക. പാരൻസിനോടാണ്, കുട്ടികളുടെ അടുത്ത് ഫോണൊക്കെ ഉള്ളപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ സെൽഫായിട്ട് കുറച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാൻ നോക്കുക. അല്ലാതെ ഇതൊന്നും വലിയ മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദാറ്റ്സ് ഇറ്റ്.